Nearly 2 years after the devastating Wayanad landslides, hundreds of families in Mundakai and Churalmala are rebuilding their lives from scratch. Behind me is a township built by the government of Kerala for the hundreds of families who have been living in rented homes and relief camps over the last 1.5 years. The houses are being allocated in phases, prioritizing families whose homes were partially destroyed, followed by houses that became unlivable due to slush and landslide damage. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് 298 പേര് മരണമടയുകയും അതിനോടൊപ്പം തന്നെ 410 വീടുകളാണ് സർക്കാർ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്നത്. അതിനകത്ത് കാറ്റഗറിൻ്റെ ഭാഗമായിട്ടാണ് ആൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ഇങ്ങനെ മൂന്ന് ഐറ്റമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തേതിൽ പൂർണ്ണമായിട്ടും വാഷ് ഔട്ടായി പോയത് വീടുകൾ, രണ്ടാമത് ചളി കയറി അവിടെ താമസയോഗ്യമല്ലാത്ത വീടുകൾ, മൂന്നാമത് പറയുന്ന കാറ്റഗറി പറയുന്നത് അതിനകത്ത് ആ ഭാഗത്ത് യാത്രാ സൗകര്യക്കുറവ്, വാഹനം പോകാത്ത പ്രശ്നങ്ങൾ, വഴിയില്ലാത്ത പ്രശ്നങ്ങൾ, ഇങ്ങനെ ഉണ്ടാകുന്ന 3 കാറ്റഗറി ആയിട്ടാണ് അവിടെ തരംതിരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് 410 വീടുകൾ പൂർണ്ണമായിട്ടും അവിടെ വരുന്നത്. Now with elections fast approaching, this township is making a lot of political conversation about accountability, rehabilitation for the people. ഇപ്പോൾ 178 വീട് കൊടുത്തു കഴിഞ്ഞു. അതിനകത്ത് പൂർണ്ണമായിട്ടും പണി കഴിയും. അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള വീടിൻ്റെ പണി തീരുന്നുണ്ട്. എനിക്ക് വേണ്ടപ്പോൾ ഈ ഒരു അടുത്ത മാസം അവസാനമാകുമ്പോഴേക്കും ഈ 410 വീണ്ടും പൂർണ്ണമായിട്ടും പണി തീർത്ത ആൾക്ക് കൊടുക്കാൻ കഴിയും. What makes the project notable is the speed. These houses were completed in just about 1.5 years after the disaster. ഇപ്പോൾ ഇത് സംഭവിച്ചിട്ട് 1 വർഷവും 8 മാസമായി. ഈ 1 വർഷം 8 മാസം എന്ന് പറയുമ്പോൾ ഒരു ഗുണഭോക്താവിന് മാസം കൊടുക്കുന്ന 6000 രൂപ വാടക സർക്കാർ കൊടുക്കുന്നുണ്ട്. ഒരു ഗുണഭോക്താവിൽ ഭാര്യയ്ക്ക് 9000, ഭർത്താവിന് 9000, അങ്ങനെ 9 18 6 രൂപ വാടകയും 24 1000 രൂപയുടെ കൂപ്പൺ എന്ന് വെച്ചാൽ മാവേലി സ്റ്റോർ പോയിട്ട് കൂപ്പൺ കൊടുത്താൽ 1000 രൂപ സാധനം കിട്ടും. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന് 25000 രൂപ ഇത് സംഭവിച്ച് ജൂലൈ 30 മുതൽ ഇന്ന് വരെയുള്ള എല്ലാ മാസവും പൈസ കൊടുക്കുന്നുണ്ട്. ഈ ലൈഫിലുള്ള അനുഭവത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ചെറിയ ഒരു എന്താ പറയുക, ചെറിയ ഒരു അങ്ങനെ ഒരു മിഡിൽ ക്ലാസ്സിനൊന്നും താമസിക്കാൻ പറ്റിയ രൂപത്തിലുള്ള വീടുകളായിരുന്നില്ല ഇന്ന് വരെ ഇതുപോലുള്ള പുനരധിവാസത്തിൽ സർക്കാർ കൊടുത്തുള്ളത്. പ്രളയത്തിലോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ കൊടുത്തുള്ളത് നമ്മളെ മുമ്പിലുള്ള അനുഭവമാണ് പറയുന്നത്. ആ ഒരു പ്രയാസം ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അങ്ങനെ ഈ മുണ്ടക്കൈ ചൂരൽമലയായിട്ട് ഒരുമിച്ച് തന്നെ ഞങ്ങളെ പുനരധിവാസം ഉറപ്പുവെക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ആ രൂപത്തിൽ തന്നെ അവർ ഒരു കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. നമുക്കറിയാം കൽപ്പറ്റേൻ്റെ ഹൃദയഭാഗത്താണ്, ബൈപ്പാസിനോട് ചേർന്നിട്ടാണ്. വലിയ ലക്ഷങ്ങൾ വിലയുള്ള ഭൂമിയാണ് ഇതിനു വേണ്ടി ഏറ്റെടുത്തിട്ടുള്ളത്. ഞങ്ങൾക്കൊന്നും ഒരിക്കലും അവിടെ പോയി ഒരു 7 സെൻറ്റ് സ്ഥലം വാങ്ങി ഒരു വീട് വെക്കുന്ന കാര്യം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചൂരൽമല മുണ്ടക്കൈ എന്ന ഗ്രാമത്തിൽ നിന്ന് ഞങ്ങളെ ഒരു നഗരത്തിലേക്ക് പുനരധിവാസം ഉറപ്പാക്കിയിട്ടുള്ളത്. But as Wayanad prepares for the 2026 Assembly polls, the rehabilitation project has also become part of a wider political debate. Opposition leaders have questioned beneficiary lists and credit for the project, while the state government has defended the township as a model rehabilitation effort. ഇത് ഏതാണ്ട് CPM ചെയ്തു കൊടുത്തതുപോലുള്ളൊരു വ്യാപകമായ പ്രചരണമാണ് നടക്കുന്നത്. CPM അല്ല, ഇത് ഗവൺമെന്റാണ് ചെയ്തത്. ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈ അയച്ച ആളുകൾ സഹായിച്ചതാണ്. ഞങ്ങൾ UDF MLA ഉൾപ്പെടെയുള്ള ആളുകൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ സഹായം കൊണ്ടാണ് ഇത് ചെയ്തത്. The township is being seen as a model rehabilitative project by the Kerala government. But as the election nears, who gets credit for these projects and how these projects are delivered is a topic of discussion in Wayanad. This is Cora Abraham reporting for Deccan Herald from Wayanad.